ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ നമ്മൾ S4 KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാം ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 2023 നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്. ഓക്കെ, സോ ECT202 ആണ് സബ്ജക്റ്റിന്റെ കോഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3യിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പാർട്ട് എ, പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം മൊഡ്യൂൾ 3യുടെ സിലബസ് ഒന്ന് നോക്കാം. സോ മൊഡ്യൂൾ 3യിൽ മെയിൻ ആയിട്ടും പറയുന്നത് മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ്. മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ്. സോ മോസ്ഫെറ്റ് സർക്യൂട്ട്സ് അറ്റ് DC കണ്ടീഷൻ, then MOSFET as an amplifier, then biasing of discrete MOSFET amplifier, small signal equivalent circuit, small signal voltage and current gain, input and output impedance of common source configuration. അതായത് മെയിൻലി ആംപ്ലിഫയറും ആംപ്ലിഫയറിന്റെ ബയാസിങ്ങും അതിന്റെ അനാലിസിസ് നമുക്ക് ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഗെയിനി തുടങ്ങിയ പാരാമീറ്റേഴ്സ് ഒക്കെ കിട്ടും. ദെൻ കോമൺ സോഴ്സ് സ്റ്റേജ് വിത്ത് കറന്റ് സോഴ്സ് ലോഡ്, അതായത് ആക്റ്റീവ് ലോഡ് കേസിൽ വരുന്ന കറന്റ് സോഴ്സ് ലോഡും അതുപോലെ തന്നെ വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡ്, അതായത് നമ്മുടെ RD എന്ന് പറയുന്ന ഡ്രെയിൻ റെസിസ്റ്റൻസിന് പകരം, ലോഡിന് പകരം ഡ്രെയിൻ എൻഡിൽ നമ്മളൊരു ഡയോഡ് കണക്റ്റഡ് ലോഡ് അല്ലെങ്കിൽ കറന്റ് സോഴ്സ് ലോഡ് വെക്കുന്ന കേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിൽ നമുക്ക് മെയിൻ ആയിട്ടും കാസ്കേഡിങ്. സോ നമ്മൾ ഒരു സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് കണക്ട് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ നെറ്റ്വർക്കിൽ കാസ്കേഡിങ് കൊണ്ട് വാട്ട് വിൽ ഹാപ്പൻസ് ടു ഗെയിനിന് എന്ത് സംഭവിക്കും, വാട്ട് വിൽ ഹാപ്പൻസ് ടു ബാൻഡ് വിഡ്ത്തിൽ എന്ത് മാറ്റം സംഭവിക്കും. സോ ദ എഫക്റ്റ് ഓഫ് കാസ്കേഡിങ് ഓൺ ഗെയിൻ, ബാൻഡ് വിഡ്ത്ത്, ആ ഒരു റിലേഷൻ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ കാസ്കോഡ് ആംപ്ലിഫയർ ഒരു 2 സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. ഒന്നുകിൽ കോമൺ എമിറ്റർ അല്ലെങ്കിൽ കോമൺ ബേസ് തമ്മിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് കോമൺ എമിറ്റർ ഫോളോഡ് ബൈ കോമൺ ബേസ്, അല്ലെങ്കിൽ മോസ്ഫെറ്റിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ കോമൺ സോഴ്സ് ഫോളോഡ് ബൈ കോമൺ ഗേറ്റ്. അപ്പോൾ ഈ ഒരു കാസ്കോഡ് ആംപ്ലിഫയറിന്റെ ബേസിക്സും ഡെറിവേഷൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇത്രയാണ് മൊഡ്യൂൾ 3യുടെ സിലബസിൽ വരുന്ന കാര്യങ്ങൾ. ഇനി മൊഡ്യൂൾ 3യിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. സോ പാർട്ട് എ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് കാസ്കേഡിങ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ the effect of cascading on gain and bandwidth in multi-stage amplifier. So what is the effect of cascading on gain and bandwidth in multi-stage amplifier? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ സർക്യൂട്ടിൽ കാസ്കേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിനിന് എന്ത് സംഭവിക്കും, ബാൻഡ് വിഡ്ത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു N സ്റ്റേജ് ആംപ്ലിഫയർ നെറ്റ്വർക്ക് എടുക്കുകയാണ്. There are N amplifiers. ഓക്കെ, ഇത് കണക്ട് ചെയ്തിരിക്കുന്നതാണ് കാസ്കേഡിങ് കണക്ഷൻ എന്ന് പറയുക. സോ കാസ്കേഡിങ് എന്ന് പറഞ്ഞാൽ മീനിങ്, ഫസ്റ്റ് സ്റ്റേജ് ആംപ്ലിഫയർ ആണ് ഇത്, അതിന്റെ ഗെയിൻ A1 ആണ്, സെക്കൻഡ് സ്റ്റേജ് ആണ് A2 ഗെയിൻ, തേർഡ് സ്റ്റേജ് A3 എക്സെട്ര അപ് ടു nth സ്റ്റേജ് AN. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി സെക്കൻഡ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് തേർഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. സോ ഈ ഒരു ടൈപ്പ് കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയാം, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ കാസ്കേഡിങ് കണക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ N ആംപ്ലിഫയേഴ്സ് ഉണ്ട്, ഓരോന്നിന്റെയും ഗെയിൻ നമുക്ക് അറിയാം. A1, A2 എക്സെട്ര അപ് ടു AN ആണ് ഗെയിൻ. അപ്പൊ ഇങ്ങനെ കാസ്കേഡ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിലാണ് ഇൻപുട്ട് കൊടുക്കുക, ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്തെടുക്കും, ഔട്ട്പുട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാസ്കേഡഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ നെറ്റ്വർക്കിന്റെ കേസിൽ ടോട്ടൽ ഗെയിൻ എന്ത് സംഭവിക്കും? സോ ടോട്ടൽ ഗെയിൻ A is equal to A1 into A2 into A3 into etc up to AN ആയിരിക്കും. അതായത് ഇൻഡിവിജ്വൽ ഗെയിൻ, ഓരോ ആംപ്ലിഫയറിന്റെയും ഇൻഡിവിജ്വൽ ഗെയിൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. A1, A2, A3 എക്സെട്ര അപ് ടു AN ആണ് ഓരോ ആംപ്ലിഫയറിന്റെയും ഓരോ സ്റ്റേജിലെയും ആംപ്ലിഫയറിന്റെ ഇൻഡിവിജ്വൽ ഗെയിൻ എങ്കിൽ ടോട്ടൽ ഗെയിൻ വിൽ ബി ദ പ്രൊഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഗെയിൻ A1 into A2 into A3 എക്സെട്ര അപ് ടു AN. സോ ഗെയിൻ എന്താ ചെയ്യുന്നത്, ഗെയിൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ കാസ്കേഡ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേജിൽ ഗെയിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, സോ ഓവറോൾ ഗെയിൻ്റെ വാല്യൂ എന്താ ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഇനി ബാൻഡ് വിഡ്ത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ കാസ്കേഡ് ചെയ്ത് കഴിഞ്ഞാൽ
ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അതായത് മൾട്ടി സ്റ്റേജ് സർക്യൂട്ടിന്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഐ ആം ഡിനോട്ടിങ് ഇറ്റ് ആസ് FL star. FL star is equal to FL divided by root of 2 raised to 1 by n minus 1 ആണ്. അതായത് FL star is equal to FL divided by root of 2 raised to 1 by n minus 1. That means the lower cutoff frequency increases. Lower cutoff frequency എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ FL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. സോ n സ്റ്റേജ് ഉണ്ടെങ്കിൽ FL star ആണ് ന്യൂ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് FL ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2 raised to 1 by n minus 1. ഈ n എന്താ? എത്ര സ്റ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ 3 സ്റ്റേജ് ആണെങ്കിൽ n-ന്റെ വാല്യൂ എന്താണ്? 3 ആണ്. സോ പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് FH star. പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി FH star is equal to പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി FH star is equal to FH into root of 2 raised to 1 by n minus 1 ആണ്. FH star is equal to FH into root of 2 raised to 1 by n minus 1. ഓക്കെ, സോ FH സ്റ്റാറിന്റെ വാല്യൂ എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുക. അതായത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി കുറയുന്നു, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കൂടുന്നു. അപ്പൊ ഇത് രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസമാണ് ആക്ച്വലി എന്ത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ ബാൻഡ് വിഡ്ത്ത്? സോ എൻ സ്റ്റേജ് നെറ്റ്വർക്കിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു FH star മൈനസ് FL star ആണ്. FH star മൈനസ് FL star. സോ FH star കുറയുന്നു, FL star കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് എന്താ ചെയ്യുക? ബാൻഡ് വിഡ്ത്ത് ഡിക്രീസസ്. സോ ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. സോ മൾട്ടി സ്റ്റേജിന്റെ കേസിൽ ഗെയിൻ കൂടുന്നു, ബാൻഡ് വിഡ്ത്ത് കുറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക്, അതായത് 3 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പാർട്ട് എയിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഓൺ കോമൺ സോഴ്സ് മോസ്ഫെറ്റ് സ്റ്റേജ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡ്. ഏതാ ചോദിച്ചിരിക്കുന്നത്? ഡയോഡ് കണക്റ്റഡ് ലോഡ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 3 മാർക്കാണ്. സോ ആംപ്ലിഫയറിന്റെ കേസിൽ നമുക്ക് ആക്റ്റീവ് ലോഡ് കൺസെപ്റ്റ് വരുന്നുണ്ട്. ആംപ്ലിഫയറിന്റെ കേസിൽ നമുക്ക് ആക്റ്റീവ് ലോഡ് കൺസെപ്റ്റ് വരുന്നുണ്ട്. സോ ആക്റ്റീവ് ലോഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ആംപ്ലിഫയറിൽ RD എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ഡ്രെയിൻ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാറുണ്ട്. സാധാരണ നമ്മളൊരു ആംപ്ലിഫയർ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ആംപ്ലിഫയറിൽ നമ്മൾ RD എന്ന് പറയുന്ന ഡ്രെയിൻ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. സോ നമ്മൾ ഡ്രെയിൻ റെസിസ്റ്റൻസ് സാധാരണ കണക്ട് ചെയ്യാറുണ്ട്. സോ സോഴ്സ് ഗ്രൗണ്ട് ചെയ്തേക്കാണ്. ദെൻ ഡ്രെയിൻ എൻഡിൽ RD എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നമ്മൾ നോർമലി കണക്ട് ചെയ്യാറുണ്ട്. RD is connected to VDD and from this point we are taking the output. ഇങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് വരുന്നത്. നോർമൽ ഒരു സിമ്പിൾ മോസ്ഫെറ്റ് ആംപ്ലിഫയർ സർക്യൂട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് RD എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. സോ ഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദിസ് RD. ഗെയിൻ ഏതിന്റെ വാല്യൂവിന് ഡിപ്പെൻഡ് ചെയ്യും? RDയുടെ വാല്യൂവിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ആംപ്ലിഫയർ സർക്യൂട്ട്സ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ അല്ലെങ്കിൽ ICയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. സോ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ RDക്ക് പകരമാണ് നമ്മൾ ആക്റ്റീവ് ലോഡ് യൂസ് ചെയ്യുന്നത്. സോ വി ആർ യൂസിങ് ആക്റ്റീവ് ലോഡ്. എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ICയിലാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അതായത് RD എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ വെക്കുന്ന ലോഡാണ് ആക്റ്റീവ് ലോഡ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലാണ്. സോ ആ ആക്റ്റീവ് ലോഡിൽ വരുന്ന ഒരു കേസാണ് ഡയോഡ് കണക്റ്റഡ് ലോഡ്. സോ ആക്റ്റീവ് ലോഡിൽ വരുന്ന ഒരു കേസാണ് ഡയോഡ് കണക്റ്റഡ് ലോഡ്. ഓക്കെ, സോ എന്താണ് ചേഞ്ച് എന്നുള്ളത് നോക്കാം. സോ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ സെക്ഷനിൽ RDക്ക് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ കണക്ട് ചെയ്യുന്നത്. സോ ഈ RD എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് പകരം നമ്മളിവിടെ ഒരു മോസ്ഫെറ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ മോസ്ഫെറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ സോഴ്സും അതിന്റെ ഗേറ്റും ഡ്രെയിനും തമ്മിൽ ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. ഗേറ്റും ഡ്രെയിനും തമ്മിൽ ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എന്താണ്? VDD. ഓക്കെ, സോ ഇതാണ് ഡയോഡ് കണക്റ്റഡ് ലോഡ്. സോ ഗേറ്റും ഡ്രെയിനും ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇപ്പോൾ നമ്മളൊരു BJT എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എമിറ്റർ, ബേസ്, കളക്ടർ 3 ടെർമിനൽസ് ആണുള്ളത്. സോ എമിറ്ററും ബേസും കളക്ടറും ആണുള്ളത്. സോ ബേസും കളക്ടറും തമ്മിൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ ഡയോഡിന്റെ എഫക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സിംഗിൾ ഡയോഡ് പോലെ. അതുകൊണ്ടാണ് ഡയോഡ് കണക്റ്റഡ് എന്നുള്ള ഒരു പേര് വരാൻ കാരണം. സോ ഗേറ്റും ഡ്രെയിനും
ഷോർട്ട് ചെയ്ത് അത് VDD-യിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് ഡയോഡ് കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് എന്താവും? MOS സ്റ്റേജ് യൂസിങ് ഡയോഡ് കണക്റ്റഡ് ലോഡിന്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. സോ നമ്മുടെ മോസ്ഫെറ്റ് ആംപ്ലിഫയർ തന്നെയാണ്. RDക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? ഡയോഡ് കണക്റ്റഡ് ലോഡ് വെച്ചു. ഡയോഡ് കണക്റ്റഡ് ലോഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്ഫെറ്റില് ഗേറ്റും ഡ്രെയിനും ഷോർട്ട് ചെയ്ത് നമ്മൾ VDD-യിലേക്ക് കണക്ട് ചെയ്തു. ഇത് NMOSന്റെ കേസിലാണ് കേട്ടോ. PMOS ആണെങ്കിൽ ഗേറ്റും ഡ്രെയിനും കണക്ട് ചെയ്തിട്ട് ഷോർട്ട് ചെയ്തിട്ട് ഗ്രൗണ്ടിലേക്കാണ് പോവുക. ഓക്കെ, ഗ്രൗണ്ടിലേക്കാണ് പോവുക. അപ്പൊ നമ്മൾ ഡയോഡ് കണക്റ്റഡ് ലോഡ് വെച്ചു. ഇനി ഇതിന്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇതിന്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു മോസ്ഫെറ്റിന്റെ കേസിൽ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് R01 എന്ന് പറയുന്നത്. ദെൻ ഇതിന് ഇക്വലന്റ് ആയിട്ട് വരയ്ക്കുന്ന സർക്യൂട്ട് ആണ് ഇത്. ഓക്കെ, ഡയോഡ് കണക്റ്റഡ് ലോഡിന്റെ ഇക്വലന്റ് ആണ്. സോ അതിന്റെ റെസിസ്റ്റൻസ് 1/GM2. GM2 എന്ന് പറഞ്ഞാൽ ട്രാൻസ് കണ്ടക്ടൻസ് ആണ്. അതിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണ്? R02 ആണ്. അപ്പൊ ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള സർക്യൂട്ട് ആണ് ഇവിടെ വരച്ചേക്കുന്നത്. സിംപ്ലിഫൈഡ് സർക്യൂട്ട്, ഇതിന്റെ സിംപ്ലിഫൈഡ് സർക്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ, ഇഫ് ദർ ഇസ് നോ ചാനൽ ലെങ്ത് മോഡുലേഷൻ, നമുക്ക് ചാനൽ ലെങ്ത് മോഡുലേഷൻ ഇല്ലെങ്കിൽ, ചാനൽ ലെങ്ത് മോഡുലേഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദർ ഇസ് നോ ചാനൽ ലെങ്ത് മോഡുലേഷൻ. ചാനൽ ലെങ്ത് മോഡുലേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ R01ഉം R02ഉം എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് അതിനൊരു ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ എടുത്തിട്ട് ഓപ്പൺ ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് ഈ രണ്ട് കമ്പോണൻസും എന്താവും? റിമൂവ് ആവും. If there is no channel length modulation, lambda value will be 0. So R01, R02 നമുക്ക് എന്ത് ചെയ്യാം? ഹൈ വാല്യൂ ആയിട്ട് എടുത്തിട്ട് അതിനെ റിമൂവ് ചെയ്യാം. അപ്പൊ നമ്മുടെ സർക്യൂട്ട് ഈ രീതിയിലായിട്ട് മാറും. അപ്പൊ നോർമലി നമ്മുടെ മോസ്ഫെറ്റിന്റെ ഗെയിൻ എന്താണ്? -GM × RD ആണ്. അപ്പൊ ഈ ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഗെയിൻ എന്താ വരിക? -GM × RD ആണ് വരിക. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മുടെ സർക്യൂട്ടിൽ എന്താണ്? RDക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? ഡയോഡ് കണക്റ്റഡ് ലോഡ് കൊടുത്തു. സോ GM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? ഫസ്റ്റ് സ്റ്റേജിന്റെ GM1 ആയി. സോ -GM1 × RD. RD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ആണ് RD. സോ ദിസ് റെസിസ്റ്റൻസ് ആണ് RD. RDക്ക് പകരം ഇപ്പൊ ഏതായി? 1/GM2 ആയി. R02 നമ്മൾ നെഗ്ലക്ട് ചെയ്തു. സോ 1/GM2 ആയി. സോ -GM1 × 1/GM2 ആയി. 1/GM2 ആയി നമ്മുടെ വോൾട്ടേജ് ഗെയിനിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, സോ -GMRD ആണ്. RDക്ക് പകരം 1/GM2 കൊടുത്തു. സോ -GM1 × 1/GM2. അപ്പോൾ GM1 GM2 ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. GM1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2μN COX W/L of 1, അതായത് M1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോസ്ഫെറ്റ് ഇൻറ്റു ID ഡിവൈഡ് ബൈ √2μN COX W/L of 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ടാമത്തെ മോസ്ഫെറ്റിൽ നമ്മുടെ ഗേറ്റും ഡ്രെയിനും ഷോർട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഡയോഡ് കണക്റ്റഡ് ആയത്. ഓക്കെ, ഇൻറ്റു ID. അപ്പൊ ഇതാണ് റേഷ്യോ. അപ്പൊ ഇതിൽ നമുക്ക് 2 കട്ട് ചെയ്യാം, μN കട്ട് ചെയ്യാം, COX കട്ട് ചെയ്യാം, ID കട്ട് ചെയ്യാം. സോ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. സോ ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ഡയോഡ് കണക്റ്റഡ് ലോഡ് ഈസ് -√W/L of the first stage divided by W/L of the second stage. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്യുവർലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ ഒരു മോസ്ഫെറ്റിന്റെ പാരാമീറ്റേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് വിത്ത് നോ ചാനൽ ലെങ്ത് മോഡുലേഷൻ ആണ്, ലാംഡ = 0. ഇനി ചാനൽ ലെങ്ത് മോഡുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ -GM1 × ഇവിടെ എന്തായിട്ട് മാറും? ഇവിടെ ചെറിയൊരു ചേഞ്ച് വരും. ദാറ്റ് ഈസ് -GM1 × 1/GM2ന്റെ കൂടെ ഈ R01ഉം R02ഉം കൂടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. സോ -GM1 × 1/GM2 പാരലൽ R02 പാരലൽ R01 ആയിട്ട് നമ്മുടെ വോൾട്ടേജ് ഗെയിൻ മോഡിഫൈ ചെയ്യും. സോ ഇത് ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുന്ന കേസ് കേട്ടോ. ഓക്കെ, ലാംഡ ≠ 0. ഇത് നമ്മൾ ചെയ്തത് ലാംഡ = 0 എന്നുള്ള കേസിലാണ്. സോ നമ്മൾ ഇത് എവിടെ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മോഡറേറ്റ് ഗെയിൻ ആണ് ഇങ്ങനത്തെ ടോപ്പോളജി എക്സിബിറ്റ് ചെയ്യുന്നത്. മോഡറേറ്റ് ഗെയിൻ ആണ് നമ്മുടെ ഡയോഡ് കണക്റ്റഡ് ലോഡ് സർക്യൂട്ട്സ് ഒക്കെ ICയിൽ യൂസ് ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡയോഡ് കണക്റ്റഡ് ലോഡ് വരുന്ന കേസിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതേണ്ടത്. 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇനി നമ്മൾ essay സെക്ഷനിലേക്ക് പോവാണ്. സോ 15ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് essay ക്വസ്റ്റ്യനിൽ A പാർട്ട് നോക്കാം. 7 മാർക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി സർക്യൂട്ട് ഓഫ് എ
common source amplifier. Draw the circuit of a common source amplifier using MOSFET. അതായത് MOSFET യൂസ് ചെയ്തിട്ടുള്ള കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന്ന് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് ഗെയിൻ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപെഡൻസ് ആൻഡ് ഔട്ട്പുട്ട് ഇംപെഡൻസ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപെഡൻസ് ആൻഡ് ഔട്ട്പുട്ട് ഇംപെഡൻസ്. അപ്പൊ ആദ്യം നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. സോ കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സർക്യൂട്ട് ഡയഗ്രം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡയഗ്രം ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. സോ ഇതിൽ വരുന്ന കമ്പോണൻസ് നമുക്ക് നോക്കാം. വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആണ്. സോ വി ആർ ഹാവിങ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ R1 ഉണ്ട്, R2 ഉണ്ട്, അതുപോലെ തന്നെ RD ഉണ്ട്, അതുപോലെ തന്നെ RS ഉണ്ട്, ദെൻ ബൈപ്പാസ് കപ്പാസിറ്റർ CS ഉണ്ട്, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട് CD, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട് CG ഉണ്ട്, ദെൻ നമ്മളെ ഇൻപുട്ട് ഉണ്ട്, ദിസ് ഈസ് VI ആണ് നമ്മുടെ ഇൻപുട്ട്. പിന്നെ നമ്മളൊരു ലോഡ് ത്രൂ ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ദെൻ പവർ സപ്ലൈ നമുക്കുണ്ട് VDD. അപ്പൊ ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ സർക്യൂട്ടാണ് നിങ്ങൾ വരയ്ക്കുക. ഈ സർക്യൂട്ടിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതിന് ശേഷം നിങ്ങൾ ഈ സർക്യൂട്ട് വരച്ചതിന് ശേഷം ഇതിന്റെ അനാലിസിസിലേക്കാണ് പോവേണ്ടത്. സോ അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള പാരാമീറ്റേഴ്സ് കിട്ടും. അപ്പൊ നമുക്ക് അനാലിസിസിലേക്ക് പോകാം. അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ് ഗെയിനും ഇൻപുട്ട് ഇംപെഡൻസും ഔട്ട്പുട്ട് ഇംപെഡൻസും ആണ്. സോ നമ്മൾ ഏത് അനാലിസിസാണ് ചെയ്യേണ്ടത്? സോ വി ഹാവ് ടു പെർഫോം AC അനാലിസിസ്. നമ്മൾ ചെയ്യേണ്ട അനാലിസിസ് ഏതാണ്? AC അനാലിസിസ്. AC അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AC കണ്ടീഷൻസ് ആണ് കൺസിഡർ ചെയ്യുക. AC കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ DC എല്ലാം എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. DC നമ്മുടെ പവർ സപ്ലൈ ഒക്കെ ഷോർട്ട് ചെയ്യും. അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് എല്ലാം ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. സോ നമ്മുടെ AC അനാലിസിസിന് ശേഷം നമ്മുടെ സർക്യൂട്ട് നോക്കാം. സോ നമ്മുടെ VDD നമ്മൾ എന്ത് ചെയ്തു? ഷോർട്ട് ചെയ്തു. ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ നമ്മൾ ഷോർട്ട് ചെയ്തു. ബൈപ്പാസ് കപ്പാസിറ്റർ ഷോർട്ട് ചെയ്തു. ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ നമ്മൾ ഷോർട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ സർക്യൂട്ട് ഈ ഒരു ഷേപ്പിലായി മാറി. അപ്പൊ ഇവിടെ ബൈപ്പാസ് കപ്പാസിറ്റർ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ RSന് എഫക്റ്റ് ഉണ്ടോ? RSന് എഫക്റ്റ് ഇല്ല. അപ്പൊ സർക്യൂട്ട് RSന് എഫക്റ്റ് ഇല്ല. സോ സോഴ്സ് ഡയറക്റ്റ്ലി അങ്ങോട്ട് വരും, ഗ്രൗണ്ടിലേക്ക് വരും. ഇനി ഇൻപുട്ടില് R1ഉം R2 ഉണ്ട്. ഇൻപുട്ടിൽ എന്തുണ്ട്? R1 ഉണ്ട്, R2 ഉണ്ട്. സോ R1 പാരലൽ ടു R2 ആണ്. സോ R1 R2 ഇത് ഞങ്ങൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഗ്രൗണ്ടിലേക്കാണ്. സോ R1 പാരലൽ ടു R2നെ RG എന്ന് ഡിനോട്ട് ചെയ്തു. സോ വാട്ട് ഈസ് RG? R1 പാരലൽ ടു R2. R1 പാരലൽ ടു R2 ആണ് RG എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡ്രെയിൻ ആണ്. ഡ്രെയിൻ നേരെ എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഡ്രെയിൻ റെസിസ്റ്റൻസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ്. ദെൻ നമുക്ക് ഇവിടെ ലോഡ് ഉണ്ട്. അപ്പൊ ഈ ഒരു അനാലിസിസ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മോസ്ഫെറ്റിനെ റീപ്ലേസ് ചെയ്ത് അതിന്റെ മോഡൽ വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതിന്റെ മോഡൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. സോ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മോഡല്. സോ നിങ്ങൾ ഈ ഒരു മോഡൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. സോ ഗേറ്റ്, സോഴ്സ്, ഡ്രെയിന്. സോ VGS മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് ഉണ്ട്. ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GM × VGS ആണ് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ്. RD എന്ന് പറയുന്ന ഡ്രെയിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദി സർക്യൂട്ട് വിൽ ബിക്കം. ഈ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ഇങ്ങനെയായിട്ട് മാറും. അപ്പൊ ഇവിടെ നമ്മുടെ ഇൻപുട്ട് ഉണ്ട്, RG ഉണ്ട്. RG എന്ന് പറഞ്ഞാൽ R1 പാരലൽ ടു R2 ആണ്. ദെൻ നമ്മൾ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്തു. മോഡലിൽ ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് ഉണ്ട്, GM, VGS, RD ഉണ്ട്. ദെൻ ബാക്കി കമ്പോണൻസ് ക്യാപിറ്റൽ RDയും ലോഡും വരുന്നുണ്ട്. അപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇൻപുട്ട് ഇംപെഡൻസ് കണ്ടുപിടിക്കാം, ഔട്ട്പുട്ട് ഇംപെഡൻസ് കണ്ടുപിടിക്കാം, വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഓരോ പാരാമീറ്റേഴ്സ് ആയിട്ട് നോക്കാം. ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RI എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. അപ്പൊ ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡ് നിങ്ങൾ നോക്കിയേ. ഇൻപുട്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? RG ആണ്. സോ ഇൻപുട്ട് ഇംപെഡൻസ് ഈസ് RG. ദാറ്റ് ഈസ് RG എന്ന് പറഞ്ഞാൽ എന്താണ്? R1 പാരലൽ ടു R2 ആണ്. R1 പാരലൽ ടു R2 ആണ് ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് ഇംപെഡൻസ് നോക്കാം. ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ R0 ആണ് ഔട്ട്പുട്ട് ഇംപെഡൻസ്. R0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സെക്ഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഞാൻ ലോഡ് ഒഴിവാക്കിയിട്ട് ലോഡിന് തൊട്ട് മുമ്പായിട്ട് ഔട്ട്പുട്ട് ഇംപെഡൻസ് നോക്കുകയാണ്. സോ ഔട്ട്പുട്ട് ഇംപെഡൻസ് നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഇംപെഡൻസ് ഈസ് സ്മോൾ RD പാരലൽ വിത്ത് ക്യാപിറ്റൽ RD. സ്മോൾ RD പാരലൽ വിത്ത് ക്യാപിറ്റൽ RD. അപ്പൊ ഇൻപുട്ട് ഇംപെഡൻസ് ആയി, ഔട്ട്പുട്ട് ഇംപെഡൻസ് ആയി. ഇനി നമുക്ക് വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കണം. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഏതിന് അക്രോസ് ആണ് കിട്ടുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെയാണ് കിട്ടുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് RL അക്രോസ് ആണ് കിട്ടുക. RL അക്രോസും RDക്ക് അക്രോസും സ്മോൾ RDക്ക് അക്രോസും എല്ലാം കിട്ടുന്ന വോൾട്ടേജ് സെയിം ആണ്. ബിക്കോസ് ഇതെല്ലാം എന്താണ്?
പാരലൽ കണക്ഷൻ ആണ്. ഇനി GM/VGSന്റെ ആരോ താഴേക്കാണ്, അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ആണ് കറണ്ട് എടുക്കേണ്ടത്. സോ -GM/VGS ആവും. സോ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് -GM/VGS. നമ്മൾ ആരോ ഒന്ന് റിവേഴ്സ് ചെയ്തു, അതുകൊണ്ടാണ് മൈനസ് സൈൻ വന്നത്. സോ -GM/VGS. ഇനി 3 റെസിസ്റ്റൻസും പാരലൽ ആയതുകൊണ്ട് അതിന്റെ പാരലൽ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് സ്മോൾ RD പാരലൽ വിത്ത് ക്യാപിറ്റൽ RD പാരലൽ വിത്ത് RL. അപ്പൊ ഇതിന്ന് V ഔട്ട് അല്ലെങ്കിൽ V0/VGS is equal to -GM into RD parallel to capital RD parallel to RL. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ VGS എന്ന് പറഞ്ഞാൽ എന്താണ്? VGS is same as VI. അപ്പൊ ഇത് എന്തായിട്ട് മാറും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. വാട്ട് ഈസ് ദാറ്റ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാരാമീറ്റർ ഏതാണ്? ഗെയിൻ ആണ്. ദാറ്റ് ഈസ് വോൾട്ടേജ് ഗെയിൻ. സോ ദാറ്റ് വോൾട്ടേജ് ഗെയിൻ ഇസ് ഈക്വൽ ടു -GM into small RD parallel capital RD parallel to load resistance. അപ്പൊ ഇതാണ് വോൾട്ടേജ് ഗെയിനുള്ള എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ നമ്മളോട് സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞു. ആ സർക്യൂട്ട് നിങ്ങൾ അനാലിസിസ് ചെയ്യുക, AC അനാലിസിസ് ചെയ്യുക, മോസ്ഫെറ്റിനെ റീപ്ലേസ് ചെയ്ത് അതിന്റെ മോഡൽ വെച്ചിട്ട് ഇക്വലന്റ് സർക്യൂട്ട് വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് അതിന്റെ AC പിക്ചർ വരയ്ക്കുക. ഈ AC പിക്ചർ നോക്കി ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിൻ, ഈ 3 പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക. സോ ടോട്ടൽ എത്ര മാർക്കാണ്? 7 മാർക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ A ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി B ക്വസ്റ്റ്യൻ ആൾസോ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് B ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിറ്റർമൈൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഡിറ്റർമൈൻ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ്. ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? VDS, ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ്. ആൻഡ് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ്, ഗേറ്റ് ടു സോഴ്സ് VGS, ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് of enhancement MOSFET common source circuit using voltage divider bias. Given VDD equal to 10 volt, power supply 10 volt ആണ്. R1 equal to 10 mega ohm, R2 equal to 10 mega ohm, RD എന്ന് പറയുന്ന ഡ്രെയിൻ റെസിസ്റ്റൻസ് 6 കിലോ ഓം, RS is equal to 6K equal to 2 volt. ഇത് സംതിങ് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്. RS is equal to ശരിക്കും 6K, ആ ഒരു വാല്യൂ തരേണ്ട ആവശ്യമുള്ളൂ. ഈക്വൽ ടു 2 വോൾട്ട് എന്ന് പറയുന്നത് ശരിക്കും കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ട് ഇതിന്റെ സ്കീമിൽ എന്താ വെച്ചാൽ നിങ്ങളത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മാർക്ക് തരാവുന്ന രീതിയിലുള്ള ഇതാണ് സ്കീമിൽ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ VT is equal to ത്രഷോൾഡ് വോൾട്ടേജ് 1 വോൾട്ട് ആണ്. K is equal to 0.5 മില്ലി ആംപിയർ പെർ വോൾട്ട് സ്ക്വയർ. ഇപ്പൊ കുറച്ച് ഡാറ്റ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് കോമൺ സോഴ്സ് കോൺഫിഗറേഷന്റെ ഡയഗ്രാം വരയ്ക്കാം. സോ ഇതാണ് എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആണ്. അതിന്റെ ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ R1, R2, RD, RSC റെസിസ്റ്റൻസിന്റെ വാല്യൂസ് എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രാം ആദ്യം വരയ്ക്കുക. R1ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 മെഗാ ഓം. R1ന്റെ വാല്യൂ 10 മെഗാ ഓം ആണ്. R2ന്റെ വാല്യൂ എത്രയാണ്? 10 മെഗാ ഓം ആണ്. 10 മെഗാ ഓം ആണ്. RD എന്ന് പറയുന്ന ഡ്രെയിൻ റെസിസ്റ്റൻസ് 6K ആണ്. സോ ദിസ് ഈസ് 6K. RS എന്ന് പറയുന്ന റെസിസ്റ്റൻസ് 6K ആണ്. കൺഫ്യൂസിംഗ് ആയി തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് 6K എന്നുള്ള രീതിയിൽ എടുത്തു. ദെൻ VDD എന്ന് പറയുന്ന വോൾട്ടേജ്, പവർ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 10 വോൾട്ട് എന്ന് പവർ സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ട്. പവർ സപ്ലൈ വോൾട്ടേജ് 10 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ഒന്ന് ചെയ്തു നോക്കാം. ശരിക്കും ഇതിന്റെ സൊല്യൂഷൻ ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് VSന്റെ വാല്യൂം കൂടെ തരണം. VS സോഴ്സിൽ വരുന്ന വോൾട്ടേജും കൂടെ തന്നു കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ടൈം എടുത്ത് സോൾവ് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണ്? VDSഉം VGSഉം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം ഞാൻ VG കണ്ടുപിടിക്കുകയാണ്. VG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിലുള്ള വോൾട്ടേജ്. VG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റിലുള്ള വോൾട്ടേജ്. VG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിലുള്ള വോൾട്ടേജ്. ഈ പോയിന്റിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2ന് അക്രോസ് ഉള്ള വോൾട്ടേജ്. സോ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. സോ ഈ ഒരു പാത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. സോ എന്ത് വരും? VDD ഇൻറ്റു
R2 divided by R1 plus R2. So 10 into 10 mega ohm divided by 10 mega ohm plus 10 mega ohm. So എന്ത് വരും? VG യുടെ വാല്യൂ കിട്ടും. സോ 10 into 10 divided by 10 plus 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വോൾട്ട് നമുക്ക് എവിടെ കിട്ടും? ഇവിടെ കിട്ടും. ഓക്കെ, ഈ പോയിന്റിൽ നമുക്ക് എത്ര വോൾട്ട് കിട്ടും? 5 വോൾട്ട് കിട്ടും. ഓക്കെ, ദെൻ വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സിൽ വരുന്ന വോൾട്ടേജ് ആണ് വി എസ് എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. സോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതായിരിക്കും? ഐ ഡി ആയിരിക്കും ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. സോ വാട്ട് ഈസ് വി എസ്? ഐ ഡി ഇൻറ്റു 6K. ദറ്റ് ഈസ് ഐ ഡി ഇൻറ്റു 6K ആണ് വി എസ് വരിക. സോ വി എസ് ഈസ് ഐ ഡി ഇൻറ്റു 6K. വി എസ് ഈസ് ഐ ഡി ഇൻറ്റു 6K. ഇനി വി ജി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ? വി ജി മൈനസ് വി എസ്. വി ജി എസ് ഈസ് വി ജി മൈനസ് വി എസ്. വി ജി എത്രയാണ്? 5 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് വി ജി. വി എസ് എത്രയാണ്? ഐ ഡി ഇൻറ്റു 6K. സോ ഐ ഡി ഇൻറ്റു 6K. സോ 6 ഐ ഡി എന്ന് കൊടുത്തു. അപ്പൊ വി ജി എസിനുള്ള എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, ഇനി ഇത് എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ആണ്. സോ ഡ്രെയിൻ കറണ്ടിനുള്ള എക്സ്പ്രഷൻ, ഐ ഡിയുടെ എക്സ്പ്രഷൻ, ഐ ഡി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു, നമ്മൾ പഠിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ എന്താണ്? ഐ ഡി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി ഹോൾ സ്ക്വയർ ആണ്. ഐ ഡി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.5 മില്ലി ആംപിയർ പെർ വോൾട്ട് സ്ക്വയർ. വി ടിയുടെ വാല്യൂ 1 തന്നിട്ടുണ്ട്. സോ 0.5 ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി ഹോൾ സ്ക്വയർ. സോ വാട്ട് ഈസ് വി ജി എസ്? 5 മൈനസ് 6 ഐ ഡി. അപ്പൊ ഞാൻ വി ജി എസിന്റെ അവിടെ 5 മൈനസ് 6 ഐ ഡി കൊടുത്തു. മൈനസ് വി ടി, വി ടിയുടെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 1 ഹോൾ സ്ക്വയർ. അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമുലയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 36 ഐ ഡി സ്ക്വയർ മൈനസ് 50 ഐ ഡി പ്ലസ് 16 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഫോർമുല കിട്ടും, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ ഡിക്ക് 2 വാല്യൂ കിട്ടും. സോ ഓൺ സോൾവിങ് വി വിൽ ഗെറ്റ് 2 വാല്യൂസ് ഓഫ് ഐ ഡി. ഒരു വാല്യൂ 0.888 മില്ലി ആംപിയറും ഒരു വാല്യൂ 0.5 മില്ലി ആംപിയറുമാണ്. അപ്പൊ ഇതിൽ ഏത് എടുക്കണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യണം. ഐ ഡിക്ക് 2 വാല്യൂ കിട്ടും. അപ്പൊ വി ജി എസിനുള്ള എക്സ്പ്രഷൻ എന്താ? 5 മൈനസ് 6 ഐ ഡി. അപ്പൊ നമ്മള് 5 മൈനസ് 6 ഐ ഡി എന്നുള്ള വി ജി എസിന്റെ എക്സ്പ്രഷനിൽ ഐ ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കിട്ടിയ ഐ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഐ ഡി 0.888 മില്ലി ആംപിയർ ആണെങ്കിൽ വി ജി എസ് എന്താവും? മൈനസ് 0.33 വോൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പൊ നമ്മൾ ഐയുടെ വാല്യൂ 0.888 മില്ലി ആംപിയർ എടുത്താൽ വി ജി എസ് കിട്ടുന്നത് മൈനസ് 0.333 ആണ്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏത് മോസ്ഫെറ്റ് ആണ്? എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റിന്റെ കേസിൽ വി ജി എസിന്റെ വാല്യൂ എന്തായിരിക്കും? വി ജി എസ് വിൽ ബി പോസിറ്റീവ് ആയിരിക്കും. സോ വി ജി എസ് വാല്യൂ വിൽ ബി പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0.888 മില്ലി ആംപിയർ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് കിട്ടേണ്ട വി ജി എസ് പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ഐ ഡിക്ക് ഏത് വാല്യൂ എടുത്ത് നോക്കുക? ഐ ഡിക്ക് ഈ ഒരു വാല്യൂ എടുത്ത് നോക്കുക, 0.50 എടുത്ത് നോക്കുക. അപ്പൊ ഐ ഡിക്ക് 0.5 എടുത്തു കഴിഞ്ഞാൽ വി ജി എസ് എന്ത് വരും? വി ജി എസ് ഈസ് 5 മൈനസ് 6 ഐ ഡി ആണ്. സോ 5 മൈനസ് 6 ഇൻറ്റു 0.5 ചെയ്ത് കഴിഞ്ഞാൽ 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2 വോൾട്ട് കിട്ടും. അപ്പൊ വി ജി എസ് 2 കിട്ടും. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഒരു പാരാമീറ്റർ വി ജി എസ് ആണ്. വി ജി എസിന്റെ വാല്യൂ 2 വോൾട്ട് കിട്ടും. വി ജി എസിന്റെ വാല്യൂ 2 വോൾട്ട് കിട്ടും. ഇനി വി ജി എസ് 2 ആന്ന് കിട്ടി. ഐ ഡി നമ്മൾ എത്ര എടുക്കണം? 0.5 ആന്ന് എടുക്കണം. ഐ ഡി നമ്മൾ എത്ര എടുക്കണം? 0.5 ആന്ന് എടുക്കണം. ഇനി വി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? ഐ ഡി ഇൻറ്റു 6K എന്നറിയാം. വി എസ് ഈസ് ഐ ഡി ഇൻറ്റു 6K. അപ്പൊ വി എസിന്റെ വാല്യൂ എന്ത് കിട്ടും? ഐ ഡി ഇൻറ്റു 6. ഐ ഡി എത്ര? 0.5. സോ 0.5 ഇൻറ്റു 6. സോ വി എസ് എത്ര കിട്ടും? 3 വോൾട്ട് കിട്ടും. വി എസിന്റെ വാല്യൂ 3 വോൾട്ട് വി എസിന്റെ വാല്യൂ കിട്ടും. ഇനി നമ്മൾ ഔട്ട്പുട്ട് ലൂപ്പിൽ എന്ത് ചെയ്യുക? കെ വി എൽ അപ്ലൈ ചെയ്യുക. ഈ ഔട്ട്പുട്ട് ലൂപ്പിൽ നിങ്ങൾ കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വി ഡി എസ് കിട്ടും. സോ വാട്ട് ഈസ് വി ഡി എസ്? ഔട്ട്പുട്ട് ലൂപ്പിൽ നിങ്ങൾ കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? വി ഡി ഡി ഈക്വൽ ടു ഐ ഡി ആർ ഡി പ്ലസ് ഐ ഡി ആർ ഡി പ്ലസ് ഐ ഡി ആർ ഡി പ്ലസ് വി ഡി എന്ന് കിട്ടും. ഫ്രം ദിസ് വി ഡി ഇസ് ഈക്വൽ ടു from this VD is equal to 10 minus VD is equal to VDD
minus IDRD. That means 10 minus 0.5 into 6. So VD you will get 7 കിട്ടും. VD നിങ്ങൾക്ക് 7 കിട്ടും. So VD is 7. VS എത്ര കിട്ടിയത്? VSന്റെ വാല്യൂ നിങ്ങൾക്ക് കുറച്ച് മുന്നേ കിട്ടി. VS is 3. So VDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD minus VS ആണ്. So 7 minus 3 that you will get 4 volt. അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ. VDSന്റെ വാല്യൂ നിങ്ങൾക്ക് എത്ര കിട്ടും? 4 വോൾട്ട് കിട്ടും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10ന്ന് RDക്ക് അക്രോസ് ഉള്ള ഡ്രോപ്പും RSന് അക്രോസ് ഉള്ള ഡ്രോപ്പും കുറയ്ക്കണം. RSന് അക്രോസ് ഉള്ള ഡ്രോപ്പ് 3ഉം അതുപോലെ തന്നെ RDക്ക് അക്രോസ് ഉള്ള ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. ഇപ്പൊ 3ഉം 6 കുറച്ച് കഴിഞ്ഞാൽ VDS എത്ര കിട്ടും? 4 വോൾട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രിന്റിങ് ഇഷ്യൂ ഉണ്ട്. ഈ ഒരു RS ഈക്വൽ ടു 6K ഈക്വൽ ടു 2 വോൾട്ട്. അപ്പോൾ ഈ 2 വോൾട്ട് എന്താണെന്നുള്ളത് ഒരു സ്റ്റുഡൻറ്റിന് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൽ നേരിട്ട് VS തന്നിരുന്നു വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാം. തരാത്തതുകൊണ്ട് നമ്മളിത് കുറച്ച് സോൾവ് ചെയ്ത് പോയി ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ സോൾവ് ചെയ്ത് IDയുടെ വാല്യൂ ഏതാ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിച്ച് ചെയ്യാൻ കുറച്ച് ലെങ്തിയാണ്. അതുകൊണ്ട് അത്യാവശ്യം ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത ആൾക്ക് മാർക്ക് കൊടുക്കുന്ന രീതിയിലാണ് സ്കീമിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് essay ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത essay ക്വസ്റ്റ്യൻ 16. അതിൽ A ക്വസ്റ്റ്യൻ 7 മാർക്കാണ്. വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ കാസ്കോഡ് ആംപ്ലിഫയർ. ഏത് ആംപ്ലിഫയർ ആണ്? കാസ്കോഡ് ആംപ്ലിഫയർ. വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ കാസ്കോഡ് ആംപ്ലിഫയർ. Derive the expression for mid-band gain and pole frequencies. Derive the expression for mid-band gain and pole frequency. അപ്പൊ നമുക്ക് സിലബസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കൺസെപ്റ്റ് മാത്രമേ പഠിക്കാറുള്ളൂ. ഡെറിവേഷൻ കാര്യങ്ങളൊന്നും പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം ഈ ഒരു 7 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാസ്കോഡ് ആംപ്ലിഫയർ എന്താന്നുള്ളതും അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം അതിന്റെ ഒരു വർക്കിംഗ് കൺസെപ്റ്റും കാര്യങ്ങളും പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 7 മാർക്ക് കിട്ടും. നിങ്ങൾ ഡെറിവേഷനിലേക്ക് പോവേണ്ട ആവശ്യമില്ല. അത്രയും ഡീപ്പായിട്ട് സിലബസിൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം കാസ്കോഡ് ആംപ്ലിഫയർ എന്താന്നുള്ളത് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. സോ കാസ്കോഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ അതൊരു 2 സ്റ്റേജ് സർക്യൂട്ട് ആണ്. 2 സ്റ്റേജ് ആണുള്ളത്. കാസ്കോഡ് ആംപ്ലിഫയർ ഈസ് എ 2 സ്റ്റേജ് സർക്യൂട്ട്. അപ്പൊ നമുക്ക് BJT വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, മോസ്ഫെറ്റ് അല്ലെങ്കിൽ FET വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ അതിലൊരു ട്രാൻസ് കണ്ടക്ടൻസ് ആംപ്ലിഫയറും ഒരു ബഫർ ആംപ്ലിഫയറും 2 സ്റ്റേജ് വരുന്ന ഒരു സർക്യൂട്ടാണ്. സോ നമുക്ക് സിംഗിൾ സ്റ്റേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസൊലേഷൻ, നല്ല ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ്ഡ് ബാൻഡ് വിഡ്ത്ത്, ഹയർ ഇൻപുട്ട് ഇംപിഡൻസ്, ബെറ്റർ ഔട്ട്പുട്ട് ഇംപിഡൻസ്, ബെറ്റർ സ്റ്റെബിലിറ്റി, ഇതൊക്കെയാണ് കാസ്കോഡിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. FET യൂസ് ചെയ്തിട്ടും കൺസ്ട്രക്ട് ചെയ്യാം, BJT യൂസ് ചെയ്തിട്ടും കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ FET യൂസ് ചെയ്തിട്ടുള്ള കാസ്കോഡ് ആംപ്ലിഫയറിന്റെ ഡയഗ്രാം ആണ്. അപ്പൊ നിങ്ങൾ ഈ ഡയഗ്രാം എന്തായാലും വരയ്ക്കണം. സോ ഇതാണ് 2 സ്റ്റേജ് സർക്യൂട്ട് കാസ്കോഡ് ആംപ്ലിഫയർ FET യൂസ് ചെയ്തിട്ടുള്ളത്. സോ FET യൂസ് ചെയ്തിട്ടുള്ള കാസ്കോഡ് ആംപ്ലിഫയറിന്റെ ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റേജ്, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ എങ്ങോട്ട് കൊടുക്കുകയാണ്? സെക്കൻഡ് സ്റ്റേജിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏതാ കോമൺ? സോഴ്സ് ആണ് കോമൺ. ഇൻപുട്ട് എവിടെ കൊടുക്കുന്നത്? ഗേറ്റിലാണ് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എവിടെ എടുക്കുന്നത്? ഡ്രെയിനിലാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ദിസ് ഈസ് കോമൺ സോഴ്സ്. സോ ദിസ് ഈസ് കോമൺ സോഴ്സ് കോൺഫിഗറേഷൻ. സോ ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് കോമൺ സോഴ്സ്. ദെൻ സെക്കൻഡ് സ്റ്റേജ്, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എടുത്ത് സെക്കൻഡ് സ്റ്റേജ് സോഴ്സിലാണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ദെൻ ഗേറ്റ് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, ഡ്രെയിനിലാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ഡ്രെയിനിലെ ഔട്ട്പുട്ട് ഗേറ്റ് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് കോമൺ ഗേറ്റ്. സോ കോമൺ സോഴ്സ് ഫോളോഡ് ബൈ കോമൺ ഗേറ്റ് ആണ്. ഓക്കെ, കോമൺ സോഴ്സ് ഫോളോഡ് ബൈ കോമൺ ഗേറ്റ്. സോ കോമൺ സോഴ്സ് ഫോളോഡ് ബൈ കോമൺ ഗേറ്റ് ആണ് നമ്മുടെ കാസ്കോഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പൊ സെയിം സർക്യൂട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? BJT വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. BJT വെച്ചിട്ടും സെയിം സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ BJT എന്ന് പറയുമ്പോൾ കോമൺ എമിറ്റർ ഫോളോഡ് ബൈ കോമൺ ബേസ് ആണ്. കോമൺ എമിറ്റർ ഫോളോഡ് ബൈ കോമൺ ബേസ് ആണ്. സോ ഈ സർക്യൂട്ട് നമുക്ക് BJT വെച്ചിട്ടും ചെയ്യാം, FET വെച്ചിട്ടും ചെയ്യാം. സോ BJT ആണെന്നുണ്ടെങ്കിൽ കോമൺ എമിറ്റർ ഫോളോഡ് ബൈ കോമൺ ബേസ് ആണ്. FET ആണെന്നുണ്ടെങ്കിൽ കോമൺ സോഴ്സ് ഫോളോഡ് ബൈ കോമൺ
ഗേറ്റ് ആണ്. അപ്പോൾ BJT വെച്ചിട്ടുള്ള സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഇതാണ് ബേസ്, ഇതാണ് എമിറ്റർ, ഇതാണ് കളക്ടർ. അപ്പോൾ ഇവിടെ ബേസിലാണ് ഇൻപുട്ട് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫൈ ചെയ്യേണ്ട ഇൻപുട്ട്. എമിറ്റർ ഗ്രൗണ്ട് ആണ്. ബൈപ്പാസ് കപ്പാസിറ്റർ ഷോർട്ട് ആയി കഴിഞ്ഞാൽ എമിറ്റർ ഗ്രൗണ്ടിലേക്ക് വരും. സോ ദിസ് ഈസ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇത് ഏത് കോൺഫിഗറേഷൻ ആണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുക. ഇതാണ് എമിറ്റർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ഇവിടെ എടുക്കും. സെക്കൻഡ് സ്റ്റേജിന് ഇൻപുട്ട് ആയിട്ട് എമിറ്ററിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ ബേസ് ഇതാണ്. സോ ദിസ് ഈസ് ബേസ്. ബേസ് നേരെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ ബേസ് നേരെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. നമ്മൾ ഔട്ട്പുട്ട് എവിടെ എടുക്കുന്നത്? കളക്ടറിൽ നിന്നാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുന്നത്. കളക്ടറിൽ നിന്നാണ് ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ കോമൺ എമിറ്റർ ഫോളോഡ് ബൈ കോമൺ ബേസ് ആണ് ഏത് കോൺഫിഗറേഷൻ? കാസ്കോഡ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത് എന്താണ് കാസ്കോഡ് ആംപ്ലിഫയർ എന്നുള്ളത് പറയുക. കാസ്കോഡ് ആംപ്ലിഫയറിന്റെ 1-2 അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് പറയുക. FET വെച്ചിട്ടുള്ള ഡയഗ്രാം അല്ലെങ്കിൽ BJT വെച്ചിട്ടുള്ള കാസ്കോഡ് ആംപ്ലിഫയറിന്റെ ഡയഗ്രാം വരയ്ക്കുക. ആ 2 സ്റ്റേജ് ഏതൊക്കെയാന്നുള്ളതും ആ ഒരു വർക്കിംഗ് എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്നിട്ട് നമുക്ക് വോൾട്ടേജ് ഗെയിൻ കിട്ടും. സോ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിന്റെ വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു സെക്കൻഡ് സ്റ്റേജ് ആണ്. അതായത് AV1 ഇൻറ്റു AV2. ഫസ്റ്റ് സ്റ്റേജിന്റെ വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു സെക്കൻഡ് സ്റ്റേജിന്റെ വോൾട്ടേജ് ഗെയിൻ ആണ്. അപ്പോൾ ഓവറാൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJT വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ -GM ഇൻറ്റു RC പാരലൽ RL ആണ്. -GM ഇൻറ്റു RC പാരലൽ RL ആണ് ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ ഇത്രയും നിങ്ങൾ ഇതിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ മിഡ് ബാൻഡ് ഗെയിൻ, പോൾ ഫ്രീക്വൻസി, അത്രയും ഡെറിവേഷനിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. സിലബസിൽ അത്രയും പറയാത്തതുകൊണ്ട്. അതുകൊണ്ട് സർക്യൂട്ട് ഡയഗ്രാം അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 7 മാർക്കും സ്കോർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7 മാർക്കിന്റെ B ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമൈൻ VGS, ID, VDS. ഡിറ്റർമൈൻ VGS, ID, VDS ഫോർ ദ സർക്യൂട്ട് ഷോൺ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇതാണ് സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൽ RDയുടെ വാല്യൂ തന്നിട്ടുണ്ട്. RD ഡ്രെയിൻ റെസിസ്റ്റൻസ് എത്രയാണ്? 1 മെഗാ ഓം എന്ന് തന്നിട്ടുണ്ട്. RD is 1 mega ohm. So RD is 1 mega ohm. RS is 470 ohm. Source resistance RS 470 ohm തന്നിട്ടുണ്ട്. VDD 30 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. പവർ സപ്ലൈ VDD 30 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. IDSS ഡ്രെയിൻ സാച്ചുറേഷൻ കറണ്ട് IDSS 3 മില്ലി ആംപിയർ ആണ് തന്നിട്ടുണ്ട്. VP എന്ന് പറയുന്ന പിഞ്ച് ഓഫ് വോൾട്ടേജ് -2.4 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് നമുക്ക് VGS, ID, VDS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം VGS നോക്കാം. സോ ആക്ച്വലി VGS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് VG ആണ്. ഇവിടെയുള്ള വോൾട്ടേജ് എന്താണ്? VG ആണ്. ഇവിടെയുള്ള വോൾട്ടേജ് എന്താണ്? VS ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതി. സോ VGS ഈസ് VG മൈനസ് VS. VGS ഈസ് VG മൈനസ് VS. ഇപ്പൊ VG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് നേരെ ഗ്രൗണ്ടിലേക്കാണ്. ദാറ്റ് മീൻസ് 0 മൈനസ് VS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണ്? ID ആണ്. സോ ID ഇൻറ്റു RS ആണ്. സോ 0 മൈനസ് ID ഇൻറ്റു RS. 0 മൈനസ് ID ഇൻറ്റു RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ID RS ആണ് കിട്ടുക. സോ വാട്ട് ഈസ് VGS? VGS ഈസ് മൈനസ് ID ഇൻറ്റു RS. സോ IDയുടെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലില്ല. IDയുടെ എക്സ്പ്രഷൻ IDയുടെ വാല്യൂ നമ്മുടെ കയ്യിലില്ല. സോ IDയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ IDയുടെ എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. സോ വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ ID? ഡ്രെയിൻ കറണ്ട് ഇസ് ഈക്വൽ ടു IDSS ഇൻറ്റു 1 മൈനസ് VGS ബൈ VP ഹോൾ സ്ക്വയർ. നമ്മളെടുത്ത് ഷോക്ക്ലീസ് ഇക്വേഷൻ ഉണ്ട്. ID ഈക്വൽ ടു IDSS ഇൻറ്റു 1 മൈനസ് VGS ബൈ VP ഹോൾ സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ IDSSന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 മില്ലി ആംപിയർ. VPയുടെ വാല്യൂ -2.4 തന്നിട്ടുണ്ട്. VGS നമ്മളെടുത്തില്ല. പക്ഷെ VGS എന്ന് പറഞ്ഞാൽ മൈനസ് ID RS ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ IDക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? IDSS 3 ഇൻറ്റു 1 മൈനസ് VGS. ഇവിടെ നിങ്ങൾ VGSന്റെ അവിടെ മൈനസ് ID RS എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ബൈ VP ഹോൾ സ്ക്വയർ. ഓക്കെ. സോ 3 ഇൻറ്റു 1 മൈനസ് ID RS എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.47 ID ആണ്. 0.47 ID ഡിവൈഡ് ബൈ 2.4 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും.
അപ്പോൾ ഇത് ഐഡിയയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കിട്ടും. സോ ദിസ് ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താവും, ഈ ഒരു രൂപത്തിലായിട്ട് മാറും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഈ രൂപത്തിലായി മാറും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഐ ഡി. ഐ ഡിക്ക് നിങ്ങൾക്ക് 2 വാല്യൂ കിട്ടും. ഒന്ന് ഐ ഡിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 17.57 ആണ്. ഒരു വാല്യൂ ഐ ഡിയുടെ കിട്ടുന്നത് 17.57 ആണ്. സോ 17.57 മില്ലി ആംപിയറും രണ്ടാമത്തെ വാല്യൂ 1.49 മില്ലി ആംപിയറുമാണ്. 1.49 മില്ലി ആംപിയറാണ് രണ്ടാമത്തെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഏത് വാല്യൂ യൂസ് ചെയ്യണം എന്നുള്ളത് ആദ്യം ഡിസൈഡ് ചെയ്യണം. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ലൂപ്പിൽ എന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്യുക. ഇതാണ് ഔട്ട്പുട്ട് ലൂപ്പ്. സോ ഈ ഔട്ട്പുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VDS-നുള്ള എക്സ്പ്രഷൻ അതൊന്ന് കണ്ടുപിടിക്കാം. സോ ഔട്ട്പുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VDD is equal to IDRD plus VDS plus IDRS. അതൊന്ന് നിങ്ങൾക്ക് VDS കിട്ടും. നമുക്ക് VDS കണ്ടുപിടിക്കണം. സോ VDS is equal to VDD മൈനസ് ID ഇൻറ്റു RD പ്ലസ് RS എന്ന് കിട്ടും. ഓക്കെ, സോ VDS-നുള്ള എക്സ്പ്രഷൻ ആണ് VDD മൈനസ് ID ഇൻറ്റു RD പ്ലസ് RS എന്നുള്ള എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഐഡിക്ക് നമുക്ക് 2 വാല്യൂ കിട്ടിയിട്ടുണ്ട്. ആ 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം കിട്ടിയ വാല്യൂ എത്രയായിരുന്നു, 17.57. 17.57 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. സോ ഐഡിക്ക് 17.57 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ VDS എനിക്ക് കിട്ടിയത് 30 മൈനസ് 12.47 ഇൻറ്റു 17.57 മൈനസ് 189 വോൾട്ടാണ് കിട്ടിയത്. ഇനി ഐഡിക്ക് രണ്ടാമത്തെ വാല്യൂ എത്രയാണ്, 1.49 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐഡിക്ക് 1.49 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ VDS കിട്ടിയത് 30 മൈനസ് 12.47 ഇൻറ്റു 1.49 11.41 ആണ്. അപ്പോൾ VDS-ന് എനിക്ക് 2 വാല്യൂ കിട്ടി. ഒന്ന് മൈനസും ഒന്ന് പ്ലസും ആണ്. ഈ മൈനസ് പോസിബിൾ അല്ല, നമുക്ക് കിട്ടേണ്ടത് എന്താണ്, പ്ലസ് വാല്യൂ ആണ്. സോ VDS ഹാസ് ടു ബി പോസിറ്റീവ്. VDS എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. സോ VDS പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഡിക്ക് ഏത് വാല്യൂ ചൂസ് ചെയ്യണം, വി ഹാവ് ടു ചൂസ് ഐഡിക്ക് ഏത് വാല്യൂ ചൂസ് ചെയ്യണം, 1.49 ചൂസ് ചെയ്യണം. സോ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഐഡിയുടെ വാല്യൂ 1.49 മില്ലി ആംപിയർ ആണ്. ഐഡിയുടെ വാല്യൂ 1.49 ആണ്. അപ്പോൾ VDS എത്ര കിട്ടി, 11.41 കിട്ടി. അപ്പോൾ നമുക്ക് ഏത് കിട്ടി, ID കിട്ടി, VDS കിട്ടി. ഇനി എന്താ വേണ്ടത്, VGS ആണ് വേണ്ടത്. VGS ഈസ് മൈനസ് ID ഇൻറ്റു RS ആണ്. സോ VGS ഈസ് മൈനസ് ID ഇൻറ്റു RS. ID 1.49 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, RS തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ VGS-ന്റെ വാല്യൂ മൈനസ് 0.703 കിട്ടും. സോ VGS ഈസ് മൈനസ് 0.703. അപ്പോൾ VGS-ന്റെ വാല്യൂം കിട്ടി. ഓക്കെ, സോ VGS കിട്ടി, ID കിട്ടി, VDS കിട്ടി. ഈ 3 എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ 7 മാർക്കാണ് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കുറച്ച് മാത്തമാറ്റിക്കൽ അറേഞ്ച്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. സോ നമ്മൾ മൊഡ്യൂൾ 3 എന്നുള്ള പാർട്ട് A ക്വസ്റ്റ്യൻസും പാർട്ട് B ക്വസ്റ്റ്യൻസ് essay ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തു. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് മൊഡ്യൂൾ 4-ന്റെ സൊല്യൂഷനുമായിട്ട് കാണാം. താങ്ക് യു.